കൂട്ടുകാരെ PSC കുട്ടീസ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SCRT-യിലുള്ള ഇമ്പോർട്ടന്റ് ഫാക്ട്സ് ബോക്സിൽ വന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ഫാക്ട്സ് ഡിസ്കസ് ചെയ്യുന്ന സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണിത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കുഞ്ഞാലി മരക്കാരെ കുറിച്ചാണ്. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞത് നമ്മുടെ പോർച്ചുഗീസുകാര് യൂറോപ്യന്മാര് ആദ്യമായിട്ട് ഏഷ്യയിലേക്ക് വന്നതിനെ കുറിച്ചാണ്. അതിൽ ആദ്യമത്തെ യൂറോപ്യൻസ് എന്ന് പറയുന്ന പോർച്ചുഗീസുകാരാണ്. അവര് ശുഭപ്രതീക്ഷ മുൻപ് ചുറ്റി ഇന്ത്യയിലെ കോഴിക്കോട് ജില്ലയിലുള്ള കാപ്പാട് തീരത്താണ് എത്തിച്ചേർന്നത്. അപ്പം പോർച്ചുഗീസുകാര് ഇവിടെ എത്തുന്ന സമയത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരിമാരെന്ന് പറയുന്ന ഭരണകർത്താക്കളാണ്. അപ്പം സാമൂതിരിമാര് ആ സമയം അറബികളുമായിട്ടാണ് കച്ചവട ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്. പോർച്ചുഗീസുകാർ എത്തിയതോടെ സാമൂതിരിയോട് ആവശ്യപ്പെട്ടു, ഞങ്ങൾ അറബികളുമായിട്ടുള്ള കച്ചവട ബന്ധം നിർത്തലാക്കി ഞങ്ങളുമായി വ്യാപാരത്തിൽ ഏർപ്പെടാമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ സാമൂതിരി ഇത് നിരസിക്കുകയും അതേ തുടർന്ന് നമ്മുടെ പോർച്ചുഗീസുകാര് കണ്ണൂര് കോലത്തിരി രാജാക്കന്മാരുമായിട്ട് കരാറുണ്ടാക്കി കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുമായി തിരികെ പോവുകയും ചെയ്തു. അപ്പോൾ വാസ്കോ ഡ ഗാമയും സംഘവും വന്നതിന്റെ അവർക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയിലധികം ലാഭവുമായിട്ടാണ് അവർ തിരികെ പോയത്. ഇതൊരു ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. എത്ര അധികം ഇരട്ടി ലാഭമാണ് ഉണ്ടാക്കിയത് എന്നുള്ളത്. 60 ഇരട്ടിയിലധികം ലാഭവുമായിട്ടാണ് അവർ തിരികെ പോയത്. ഇത്ര ലാഭം കിട്ടിയത് കൊണ്ട് തന്നെ പോർച്ചുഗീസുകാരെ വീണ്ടും ഇന്ത്യയിലേക്ക് വരാനായിട്ട് പ്രേരിപ്പിച്ചു. അപ്പൊ വീണ്ടും പോർച്ചുഗീസുകാരുടെ അടുത്ത സംഘം ഇന്ത്യയിലേക്ക് എത്തിച്ചേരുകയും കോഴിക്കോട് എത്തി സാമൂതിരിയായിട്ട് വീണ്ടും വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കാതെ വന്നതോടുകൂടി അവരുമായി സംഘർഷത്തിൽ ഏർപ്പെട്ടു. സാമൂതിരിമാരുടെ നാവിക തലവന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാർ എന്നറിയപ്പെടുന്നത്. കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത് ഒരു സ്ഥാനപ്പേരാണ്. അപ്പം പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളെ ചെറുത്ത് സാമൂതിരിയെയും പശ്ചിമ തീരപ്രദേശങ്ങളെയും സംരക്ഷിച്ചത് കുഞ്ഞാലി മരക്കാർമാരായിരുന്നു. കുഞ്ഞാലി മരക്കാറിലെ 4 കുഞ്ഞാലി മരക്കാർമാരാണ് ഉണ്ടായിരുന്നത്. അത് വ്യത്യസ്ത കാലഘട്ടത്തിലായിട്ട്. അതിലെ 2 കുഞ്ഞാലി മരക്കാർമാരാണ് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. കുഞ്ഞാലി മൂന്നാമനും കുഞ്ഞാലി നാലാമനും. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയൻകോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മൂന്നാമനായിരുന്നു. എന്നാൽ കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ പിടിച്ച് ഗോവയിൽ കൊണ്ടുപോയി ഗോവയിൽ വെച്ച് വധിക്കുകയാണ് ഉണ്ടായത്. കുഞ്ഞാലിമാരുടെ പതനത്തോടുകൂടി സാമൂതിരിമാരുടെ അധപതനവും ആരംഭിച്ചു. അപ്പം കുഞ്ഞാലി മൂന്നാമനാണ് ചാലിയൻകോട്ട പിടിച്ചെടുത്തത്. കുഞ്ഞാലി നാലാമനെയാണ് പോർച്ചുഗീസുകാർ ഗോവയിൽ കൊണ്ടുപോയി വധിച്ചത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.